മണിയുടെ ഒരു പാട്ടിനാണ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ചാന്ത് പൊട്ടും ചങ്കേലസ്. അങ്ങനെ പിന്നെ എനിക്കൊരു ഓർമ്മയെന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ പോയപ്പോൾ, ഈ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോൾ മണി ഉണ്ടായിരുന്നു കൂടെ. നല്ല രസമായിരുന്നു. 2-3 ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ മണിയുടെ കൂടെ ഒരുപാട് പ്രോഗ്രാംസും ഞാൻ ചെയ്തിട്ടുണ്ട്. മണി അന്ന് ആക്ച്വലി ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് മണി മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വടക്കം പരവൂരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവിടെ ഇതുപോലെ അവർ വന്നിട്ട് പറഞ്ഞു, ഇവിടെ മണി എന്ന് പറഞ്ഞൊരു നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, സാറിന്റെ പ്രോഗ്രാമിന്റെ ഇടയിൽ ഒരു 15 മിനിറ്റ് മിമിക്രി ചെയ്യാൻ കൊടുക്കാം. ഞാൻ പറഞ്ഞു പിന്നെ എന്താന്ന് തോന്നുന്നു, കാലയ്ക്ക് സൂപ്പറായിട്ട് ചെയ്തു. അതിനുശേഷമാണ് പാട്ട് പാടുന്നത്, പിന്നെ അതിനുശേഷം അഭിനയം, എല്ലാത്തിലും സകല കലാവല്ലഭൻ. പിന്നെ മാത്രമല്ല ദാനശീലൻ, അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സംഭവം. അദ്ദേഹത്തിന് പറ്റിയ ശരിയും തെറ്റും അവിടെ തന്നെ. എന്തായാലും ഒരു കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന കലാഭവൻ മണി. പക്ഷെ എന്ത് പോയാലും ഇപ്പോഴും പോയി പേര് സ്റ്റേജിൽ പറയുമ്പോൾ ഒക്കെ അല്ലെങ്കിൽ അവർ ഓളം ആ പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ ആൾക്കാർ കണ്ണ് നിറഞ്ഞ് ഇപ്പോഴും എന്തോ ഒരു വർഷം എനിക്ക് പറഞ്ഞ പോലെ മണിച്ചേട്ടന്റെ ഇപ്പോഴും സ്റ്റേജിൽ നമ്മൾ മണിച്ചേട്ടന്റെ പാട്ടുകൾ പാടുന്നു. അതിലുപരി മണിച്ചേട്ടനെ ഞാൻ ആദ്യം കാണുന്ന ഒരു സ്റ്റാർ, ഒരു സെലിബ്രിറ്റി സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ട് ഞാൻ പേടിച്ചു വരണ്ട് അത്ഭുതപ്പെട്ട് പോയ ഒരു സ്റ്റേജാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രോഗ്രാമിനാണ് നാദൃഷയ്ക്ക് എന്നെ ആദ്യം വിളിക്കുന്നത് ഇവിടെ പാടാൻ വേണ്ടി. ഒരു അമ്പലത്തിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും സ്റ്റാർസിനെ ഒക്കെ കാണുന്നത്. അതിലും മണിച്ചേട്ടൻ അങ്ങ് വന്നു സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്ക് ഒന്നാമത് അവിടെ ഒരു സൂചി കുത്താൻ സ്ഥലമില്ല, ഇങ്ങനെ ആടുന്നു ഇങ്ങനെ തിരമാല പോലെ. പിന്നെ അതിന്റെ ഇടയിലോട്ട് പുള്ളി ഇറങ്ങിക്കഴിഞ്ഞാലത്തെ ഇത് പറയണ്ടോ, പ്രോഗ്രാം ഒക്കെ മണിച്ചേട്ടൻ വന്ന് സ്റ്റേജിൽ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അടുത്തൊരാൾക്ക് കേറാൻ പേടിയാ, ആരും കേറിയിട്ട് കാര്യമില്ല. അതാണ് മണിച്ചേട്ടന്റെ ആ ഒരു ഇത് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യൻ ഇനി ജനിക്കാനും പോണില്ല. ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനോട് ഒരുപാട് സ്റ്റേജിൽ പാടാൻ പറ്റി. അദ്ദേഹത്തിന്റെ ഒരു പവർ, എനർജി, ഇതൊന്നും നമുക്ക് ആർക്കും കിട്ടത്തില്ലാത്തൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ പാട്ട്, ഡാൻസ്, അഭിനയം, പിന്നെ മനുഷ്യരോട് ഇടപെടുന്ന ഒരു രീതി, സ്വന്തം നമുക്കൊക്കെ തോന്നുന്ന ഒരു രീതി, ദാനം, ശീലം, ഇതെല്ലാം കൂടെ നല്ലൊരു മനുഷ്യത്വം ഉള്ളൊരു മനുഷ്യൻ. ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണല്ലോ ചില ആൾക്കാർ ഇങ്ങനെ പ്രത്യേകതയുള്ളവരായിട്ട് നിൽക്കുന്നത്. പിന്നെ ഒരിക്കൽ എന്നോട് പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ടെന്ന്. അയ്യോ, ഞാനോട് ഈശ്വരാ അത് ഏത് പാട്ട്? റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലാക്കാരി, തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. അല്ല അങ്ങനെ ഒരു അതൊക്കെ ഒരു ഇപ്പൊ ആലോചിക്കുമ്പോൾ അന്ന് മണിച്ചേട്ട ഇത് എന്താണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടാലും ഞാനിത് റിലീസ് ചെയ്യും. അങ്ങനെ പാട്ടിറക്കി. മച്ചേട്ടൻ മറന്നോന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ പാട്ട് മലയാളികൾക്ക് മറക്കാൻ പറ്റിയല്ല. ഓർമ്മയില്ല ഏത് പാട്ട്? അല്ല, അത് മാത്രല്ല, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതും മണിച്ചേട്ടന്റെ സിനിമയിലാണ്, പാട്ടിനാണ്, വാൽക്കണ്ണാടി. പിന്നെ ഞാനും മണിച്ചേട്ടനും ചേർന്ന് പാടി കുട്ടനാടൻ കായലിലെ. കുട്ടനാടൻ കായല് എന്ന് വെച്ചാൽ ഒരു ദേശീയ ഗാനം തന്നെയാണ്. എല്ലാ സ്റ്റേജിലും ഞാൻ പാടാറുമുണ്ട്. പിന്നെ മാത്രമല്ല, എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അറിയാം. എൻ്റെ ഒരു 1-2 വർഷം സീനിയർ ആയിരുന്നു മണിച്ചേട്ടൻ. ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന്, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് ഞങ്ങൾ ഒരുമിച്ച് ഒരു ബസ്സിലാണ് പോണത്. താമസിക്കുന്നതൊക്കെ വരെ ചിലപ്പോൾ സ്കൂളുകളിലായിരിക്കും, ക്ലാസ് റൂമുകളിലായിരിക്കും ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്തെ റൂമിലായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞ സംഭവം കാണുന്നത്. അങ്ങനെ ഒരു ഡാൻസ് ഫോം ഉണ്ടെന്ന് അറിയണത് കലാഭവൻ മണിച്ചേട്ടൻ്റെ അടുത്തു നിന്നാണ്. കാരണം ഞാൻ തൊട്ടിപ്പുറത്തെ ക്ലാസ് റൂമിലാണ് ഞാൻ താമസിച്ചിരുന്നത്. കൊല്ലത്ത് വെച്ചായിരുന്നു, കൊല്ലം അവിടെ വെച്ചിട്ടായിരുന്നു ആ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ നടന്നത്. അപ്പോൾ അപ്പുറത്തെ ക്ലാസ്സിൽ ഭയങ്കര ബഹളം, കൈ കൊട്ടുന്ന ശബ്ദം, ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു, ഭയങ്കര ആർത്തുല്ലസിക്കുന്ന ശബ്ദം. അപ്പം ഞാൻ അപ്പുറത്തെ ക്ലാസ്സിൽ പോയി നോക്കിയപ്പോൾ മണിച്ചേട്ടൻ അവിടെ നിന്ന് ബ്രേക്ക് ഡാൻസ് കളിക്കുക, പിന്നെ മൃഗങ്ങളെയൊക്കെ കാണിക്കുക, അങ്ങനെ ചില പ്രത്യേകത. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞൊരു എലിയെ കാണിക്കും. ആ സമയം മുതൽ ഞങ്ങൾക്ക് അറിയാം. എന്തായാലും വളരെ വലിയൊരു നഷ്ടമാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ വന്ന ജനക്കൂട്ടം, എനിക്ക് മണിച്ചേട്ടൻ്റെ ബോഡി കാണാൻ സാധിച്ചിട്ടില്ല, അങ്ങോട്ടേക്ക് എത്താൻ പറ്റിയില്ല തിരക്ക് കാരണം കൊണ്ട്. ഇപ്പോഴും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പലരും വന്ന് അദ്ദേഹം ഒരു പ്രതിമയുണ്ടല്ലോ, ചാലക്കുടിയിൽ പ്രതിമ വെച്ചിട്ടുണ്ട്, അവിടെ വന്ന് മാലയിട്ടിട്ട് പോവും, പ്രാർത്ഥിച്ചിട്ട് പോവും. അന്യ സംസ്ഥാനത്തിലുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ ഫാൻസ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.